നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള കറണ്ട് എനർജി എന്ന് നോക്കാം കേട്ടോ. Five of Swords എന്തുപറ്റി? Queen of Cups, Lovers, Ace of Wands, Four of Pentacles, Seven of Pentacles, Five of Cups, missing energy. Bottom of the deck again, Moon, missing energy. Okay, missing energy plus insecurity. നിങ്ങളുടെ പേഴ്സൺ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. എനിക്കിവിടെ മെയിനായിട്ട് കാണുന്നത് എന്താണെന്നറിയോ? അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് തുറന്ന് പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ടായിരിക്കാം കൂടുതലായിട്ടും കണക്റ്റഡ് ആവുന്നത് കേട്ടോ. അവിടെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് തുറന്ന് പറയാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടുള്ള സ്ട്രെസ്സാണ് അവർ അനുഭവിക്കുന്നത്. ഓക്കെ, വല്ലാതെ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്നൊക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിച്ചാൽ നിങ്ങൾ ഒരു റിജക്ഷൻ അവർക്ക് കൊടുക്കുമോ എന്ന് അവർ പേടിക്കുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ടുകൂടിയാണ് അവർ സ്നേഹം പുറത്ത് പറയാതെ അടക്കി പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കും, പറഞ്ഞിട്ടുണ്ടാവില്ല തുറന്ന്. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ തന്നെ അവർ വിശ്വസിക്കുന്നു കേട്ടോ. ഫോർ ഓഫ് കപ്സ് വീണ്ടും മിസ്സിങ് എനർജിയാണ് വരുന്നത്. തുറന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ടുള്ള ഒരു സ്ട്രെസ്സ് അവരനുഭവിക്കുന്നതായിട്ടും കാണുന്നു. ഏസ് ഓഫ് കപ്സ് ഒരുപാട് സ്നേഹം തന്നെയാണ് കേട്ടോ. ഓവർവെൽമിങ് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്, പുറത്ത് പറയാൻ സാധിക്കുന്നുമില്ല. എന്ത് ചെയ്യും എന്നൊരു സിറ്റുവേഷനാണ്. തുറന്ന് പറയാതിരിക്കുന്നതിൻ്റെ കാര്യം ഒന്ന് ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്, രണ്ടാമത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടുകൂടിയാണ് നിങ്ങളോട് സ്നേഹം തുറന്ന് പറഞ്ഞാൽ അതൊരു റിജക്ഷനിൽ വന്ന് നിൽക്കുമോ എന്നുള്ള ഭയം കാരണം അവർ മിണ്ടാതിരിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണിത് എന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ടും ഡിവൈൻ ഇൻ്റർവെൻഷൻ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, വീണ്ടും ലോങ് ഡിസ്റ്റൻസ്, കൺഫ്യൂസിങ് സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം തന്നെ കാണുന്നു. പക്ഷെ നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരിക്കും, ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കും. ഓക്കെ, തമ്മിൽ കാണാറുണ്ടായിരിക്കും, വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും, പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും സ്നേഹമുണ്ട് എന്നുള്ളത്. പക്ഷേ തുറന്ന് പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല രണ്ട് സൈഡിലും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഓക്കെ.